ഇപ്പോൾ ആഗോള നിക്ഷേപക ഉച്ചകോടിയിലേക്ക് തന്നെ ഒന്ന് പോകാം. സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. സാലി, 5000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇപ്പോൾ പുതിയതായി ഈ ആസ്റ്റർ ഗ്രൂപ്പിന് പുറമെ പുതിയതായി ദുബായ് ആസ്ഥാനമായ സ്ഥാപനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏത് മേഖലയിലാണിത്? എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? തുറമുഖ ലോജിസ്റ്റിക്സ് മേഖലയിൽ ഏതാണ്ട് 28 വർഷത്തെ പരിചയമുള്ള ഒരു ഗ്രൂപ്പാണ് ഷറഫ് ഗ്രൂപ്പ്. ഷറഫ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാൻ ഷറഫുദ്ദീൻ ഷെരീഫ്, മേജർ ഷറഫുദ്ദീൻ ഷെരീഫാണ് അല്പം മുമ്പ് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചത്. ഈ തീർച്ചയായും കേരളത്തിന് തീർച്ചയായും സാലി തുടരൂ. എന്തായാലും കേരളത്തിന് 5000 കോടിയുടെ നിക്ഷേപം കൂടി എത്തുന്നു എന്നുള്ളതാണ്. അതായത് ആഗോള നിക്ഷേപ സംഗമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഗതി. അതിൻ്റെ എല്ലാ തരത്തിലും അത് വിജയമാണ് എന്ന് ഈ ഘട്ടം വരെ ബോധ്യപ്പെടുത്തുന്നു. ഇന്ന് അത് പൂർണ്ണമാവുകയാണ് ഉച്ചകോടി. ആ പൂർണ്ണമാകുന്ന സാഹചര്യത്തിൽ എത്ര കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിനുണ്ടാവുക, ഏതൊക്കെ തരത്തിലാണ് വാഗ്ദാനങ്ങൾ ഉണ്ടാവുക, അതൊക്കെ ഔദ്യോഗികമായി അറിയിക്കുക കൂടി ചെയ്യും. എന്തായാലും ഇപ്പോൾ ഇന്നലെ ആസ്റ്റർ ഗ്രൂപ്പിൻ്റെ 850 കോടിക്ക് പുറമേതായി ഇപ്പോൾ മറ്റ് ഷറഫ് ഗ്രൂപ്പ് തുറമുഖ ലോജിസ്റ്റിക് മേഖലയിലെ വളരെ സമ്പന്നമായ സ്ഥാപനം, അടയാളപ്പെടുത്തിയ സ്ഥാപനമായ ഷറഫ് ഗ്രൂപ്പാണ് 5000 കോടിയുടെ നിക്ഷേപം കേരളത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സാലി, വിവരങ്ങളിലേക്ക് തന്നെ പോയാൽ. അയിംഷാദ്, ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിച്ച് 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. കേരളത്തിലെ പ്രധാന 2 കേന്ദ്രങ്ങളിലാവും പദ്ധതി നടപ്പാക്കുക. ഉടൻ തന്നെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 1 മുതൽ 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് താങ്കളെ ആകർഷിച്ചത് എന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന്, ഇവിടുത്തെ ആളുകളുടെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത, ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസിന്റെ പ്രത്യേകത, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, വ്യവസായ രംഗത്തെ ഇവിടുത്തെ സൗഹൃദാന്തരീക്ഷം ഒക്കെയാണ് സ്വാധീനിച്ചത് എന്ന് അർത്ഥസംഖ്യക്കിടയില്ലാത്തവണ്ണം അദ്ദേഹം പറഞ്ഞു. ഷറഫ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനാണ് ഷറഫുദ്ദീൻ ഷറഫ് എന്ന് പറയുന്ന അദ്ദേഹമാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. ലോകത്തെ 7 മേജർ സിറ്റികളിൽ ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ടവർക്ക് പ്രവർത്തനമുണ്ട്. കേരളത്തിൽ 2 ലൊക്കേഷൻസിലാണ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷിപ്പിംഗ് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ്, ഇതാണ് ഇവരുടെ മേഖല. ഏതായാലും വലിയ ഒരു പദ്ധതി പ്രഖ്യാപനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ മേധാവി തന്നെ മാധ്യമങ്ങളോട് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. ബാക്കി നമുക്ക് ലഭിച്ച വിവരങ്ങളാണ് നമ്മൾ ഇന്നലെയും ഒക്കെ തന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ മറ്റു പദ്ധതികൾ. ഇതിപ്പോ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം ചേർത്തായിരിക്കും ഇന്ന് വൈകിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വ്യവസായ വകുപ്പിന്റെ ഇതിന്റെ പുറത്ത് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും നിക്ഷേപക ഉച്ചകോടി, ആഗോള നിക്ഷേപ ഉച്ചകോടി അതിൻ്റെ 2ാം ദിനത്തിൽ വിജയകരമായി തുടരുന്നു. ഈ ഘട്ടത്തിൽ ആസ്റ്റർ ഗ്രൂപ്പ് ഇന്നലെ 850 കോടി രൂപയുടെ മറ്റ് നിരവധി വാഗ്ദാനങ്ങൾ, നിരവധി നിക്ഷേപങ്ങൾ ഉറപ്പുവരുത്തുന്നു. ഇപ്പോൾ 5000 കോടിയുടെ നിക്ഷേപവുമായി ഷറഫ് ഗ്രൂപ്പ് നിക്ഷേപത്തിന് തയ്യാറാണ് കേരളത്തിൽ എന്നുള്ള കാര്യം കൂടി പ്രഖ്യാപിക്കും. എന്തായാലും ഇന്ന് അവസാനത്തോടുകൂടി ഇന്നത്തെ സെഷൻ പൂർത്തിയാകുന്നതോടുകൂടി, അല്ലെങ്കിൽ ഉച്ചകോടിക്ക് സമാപനമാകുന്നതോടുകൂടി ഔദ്യോഗികമായി വ്യവസായ വകുപ്പ് ഇതേ സംബന്ധിച്ച് വലിയൊരു കണക്ക് തന്നെ നൽകും. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയിലധികമുള്ള നിക്ഷേപമാണ് യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്നത്. നിരീക്ഷകരൊക്കെ കാണുന്നതും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.